എന്നോട് മക്കളെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? വായോ. മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ഡിഷസിലൊന്നാട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല പൈനാപ്പിൾ കിട്ടിയപ്പോൾ ആ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഈ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, നീ വേഗം പണി തരും. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുകും ഉലുവയും പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി ചേർക്കാട്ടോ. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് ചേർക്കുന്നത്. സവോളയും ചേർത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞതും ചേർത്ത് കുറച്ച് ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുക. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടുമേ. അതൊന്നും പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ 2 സ്റ്റെപ്പൊക്കെ ആവാം. എന്തായാലും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുമല്ലേ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കൊരു അരപ്പുണ്ടാക്കിയെടുക്കാനുണ്ട്. കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ച് ഒരു മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ചേർത്ത് നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനിയാണ് നമ്മുടെ കഥാനായകൻ്റെ എൻട്രി, നമ്മുടെ തൈര്. ഇതിനെയും കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. അപ്പോൾ അത്രയുള്ള കേസ് നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവനെ ഞാൻ കഴിച്ചത് നല്ല കുത്തരി ചോറും ക്യാരറ്റ് മെഴുക്കുവരട്ടിയും നല്ല കൊഴുവ മറുത്തതും കൂട്ടിയിട്ട് കഴിച്ചത്. എൻ്റെ പൊന്നോട് രക്ഷയില്ലായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.